ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അതിന് സാഹചര്യം എന്തായിരിക്കണം? നബിതങ്ങളുടെ അസാധാരണത്വത്തെ നിഷേധിക്കുന്ന, നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ തന്നെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മളുള്ളതുള്ളത് പറയാം. നമ്മളെ നാട്ടിലെ മുജാഹിദീങ്ങളെ ഇസ്ലാമിനെ തകർക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ കൂടി വരുന്നാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ ഒരു പരമ്പര തുടങ്ങിയത് തന്നെ റബീഉൽ അവ്വലും പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അധികരിച്ച് സംസാരിക്കുക, അത്തരം വിഷയങ്ങളിലെ സംശയങ്ങൾ ദൂരീകരിച്ച് പോയിക്കൊണ്ടിരിക്കുക. സാധാരണക്കാർക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അവർ പോലും അറിയാതെ അപകടത്തിലേക്ക് പോകുന്ന പലതരം ചുഴികളുണ്ട്. അതിൻ്റെ ചെറിയ ത്രെഡുകളൊക്കെ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചർച്ച തന്നെ ആരംഭിച്ചത്. അതിൻ്റെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അന്ത്യപ്രവാചകർ, അസാധാരണ ദൂതർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ആദ്യത്തെ എന്തും പ്രവാചക തിരുമേനിയാകണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു പ്രിയം വെക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസവും ഈ ഒരു ദിനങ്ങളുമൊക്കെ നമ്മൾ വളരെ പവിത്രമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതും സമുചിതമായി ആചരിക്കുന്നതും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഒരു വിഷയം അന്ത്യപ്രവാചകർ, അസാധാരണ ദൂതർ എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രവാചകരെ നമ്മൾ വായിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ നബിതങ്ങളുടെ അസാധാരണത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ടൈറ്റില്. ഈ അസാധാരണത്വം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം അസാധാരണത്വം ഇല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നബിതങ്ങളുടെ അസാധാരണത്വത്തെ നിഷേധിക്കുന്ന, നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിം നാമധാരികൾ തന്നെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ നബിതങ്ങളുടെ ജീവിതം മാത്രം പരിശോധിച്ചാൽ, സോഷ്യൽ ലൈഫ് മാത്രം പരിശോധിച്ചാൽ അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ ജീവിത ശൈലി കാണാൻ പറ്റും. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്തെ സ്വാധീനിച്ച 100 മനുഷ്യരുടെ ചരിത്രം രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് മതജീവിതത്തിലും മതേതര ജീവിതത്തിലും ഇത്രമേൽ വിജയിച്ച ഒരു വ്യക്തിത്വം വേറെ ഇല്ല മാനവ ചരിത്രത്തിൽ എന്ന് പറയുന്നത്. അത് അസാധാരണത്വമാണല്ലോ. നമ്മൾ ഇവിടെ പറയുന്ന ഈ അസാധാരണത്വം നബിതങ്ങൾ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന അപകടകരമായൊരു വാദം മുസ്ലിം പരിസരങ്ങളിൽ ചിലർ ഉയർത്തിയപ്പോൾ അതിനെന്ത് ചെയ്യണം? അതങ്ങനെയല്ല. നബിതങ്ങളുടെ അസാധാരണത്വം പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും അടക്കം നബിതങ്ങളുടെ അസാധാരണത്വം വ്യക്തമായതാണ് എന്ന് സമൂഹത്തിന് എന്ത് ചെയ്യണം? ആ തെറ്റിദ്ധാരണ, ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതിന്റെ തെറ്റിദ്ധാരണ നീക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വിഷയം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ധരിക്കുന്ന ഒരു ആയത്താണ് ഖുൽ ഇന്നമാ അന ബശറും മിഥ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞ സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്ത്. ഇതുപോലെ തത്തുല്യമായ വേറെയും കുറെ ആയത്തുകളുണ്ട്. എന്നിട്ട് അവിടെ കുൽ നബിയെ അങ്ങ് പറയുക, ഇന്നമാ അന ബശറും മിഥ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. പിന്നെ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു. ഇത് ഈ ഇന്നമാന ബഷറും മിഥിലുക്കും എന്ന ഒരു ടെക്സ്റ്റ് മാത്രം കട്ട് ചെയ്തിട്ട് നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് അത് വിശദീകരിക്കുക. അതിനുശേഷം പറഞ്ഞ യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, ഈ ഒരു വാക്ക് തന്നെ മതി. നബിതങ്ങൾ സാധാരണ മനുഷ്യനല്ല, നമ്മളെപ്പോലെയല്ല. നമ്മളെപ്പോലെ ആണെങ്കിൽ നമുക്കാർക്കും വഹിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ രൂപഭാവങ്ങളിൽ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യരൂപമാണ്. പക്ഷേ സത്ത അതെന്താണ്? വഹി നൽകപ്പെടുന്നൊരു സത്തയാണിത്. നിങ്ങളെപ്പോലെ അജ്ഞനായ അല്ല. എന്താണ് എനിക്ക് ലഭിക്കുന്നത് മുഴുവൻ ഞാൻ പറയുന്നത് ഇല്ലേ? നബിതങ്ങൾ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, നബിതങ്ങൾ ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല, അത് വഹിയായിട്ടല്ലാതെ. അപ്പൊ വഹി അറിയും. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ സംസാരങ്ങൾ വഹിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. വഹിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മളും നബിതങ്ങളും തുല്യരാണ്. അപ്പൊ നബിതങ്ങൾക്ക് വഹി നൽകപ്പെടുന്നു, നമ്മൾക്ക് വഹി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നബിതങ്ങൾ അസാധാരണ ആളാണ്, നമ്മൾ സാധാരണക്കാരാണെന്ന് അവിടെ വേർതിരിയുന്നുണ്ട്. പക്ഷെ അത് ഇവർ പറയില്ല. ഇന്നമാന ബഷറും ഇതിൽക്കും എന്ന വാക്യത്തെ മാത്രം വെച്ചിട്ട് നബിതങ്ങൾ ഒരു സാധാരണ നമ്മളെ പോലെയുള്ള ഒരാളായിരുന്നു, ഒരു മെസ്സഞ്ചർ, ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വന്ന ഒരാൾ മാത്രം. സോ അത് നമ്മളിപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ടൊരു സാധനം വരുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാർഡോ വരുന്നു, അത് കൊണ്ടുതരുന്ന ഒരാൾ. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ് എല്ലാവരിലേക്കും കൊണ്ടുവരുന്ന ഒരാൾ മാത്രമാണ്. ഈ രൂപത്തിൽ നബിതങ്ങളുടെ മഹാത്മ്യത്തെ ഇടിച്ചു താഴ്ത്തുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു ആയത്തെ നമുക്ക് വേറെ ഉദാഹരണത്തിലൂടെ, ഇന്നമാന ബസറും മിസ്ലിക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹീകരിക്കപ്പെട്ടു. നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം.
ഒരു മേജിക്കാരൻ കൊണ്ടുവരും നമ്മള്. ഒരു ഉദാഹരണത്തിന് അതെ. മേജിക്കാരൻ മേജിക് സ്റ്റേജിൽ കയറിയിട്ട് നല്ലൊരു വടി എടുക്കും. ഇത് കേവലം ഒരു വടി മാത്രമാകുന്നു. ഇങ്ങനെയുള്ള ആൾ പറയാം, ഒരു വടി എടുത്തിട്ട് ഇത് കേവലം ഒരു വടി മാത്രമാകുന്നു. ഈ കേവലം ഒരു വടി മാത്രമാകും എന്ന് പറഞ്ഞാൽ വെക്കാനാണെങ്കിൽ പിന്നെ ഇയാൾ നമ്മൾ പൈസ എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യം. ഇത് ഇയാൾ കേവലം ഒരു വടി അല്ല എന്ന് വരുത്താനാണ് ആദ്യം പറയുന്നത്. കേവലം ഒരു വടിയല്ല, ഇതിന് ഞാൻ പാമ്പാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിന് ഞാൻ പൂവാക്കാൻ പോകുന്നു, ഇതാക്കാൻ പോകുന്നു എന്ന് പറയാനാണ് കേവലം ഒരു വടിയാകുന്നു പറഞ്ഞത് അല്ലെ. അതല്ലാതെ നിങ്ങളിപ്പോ നാളെ നാട്ടിൽ പോയിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് എണീറ്റ് നിന്നിട്ട് ആൾക്കാർ പറയണേ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യൻ മാത്രമാകുന്നതാണ്, ഞങ്ങളെ പിടിച്ച ആൾക്കാർ കുതിരട്ടത്തിൽ കൊണ്ടുവരെ. എന്തിനാണ് ഇത് പറയുന്നത്? സാധാരണ ഒരു മനുഷ്യനില്ലാത്ത ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ ഇത് മനുഷ്യരല്ല മലക്കോ ജിന്നോ എന്തൊക്കെയാണ് എന്ന് ആളുകൾ ധരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനമാകുന്നു എന്ന് പറഞ്ഞ അർത്ഥമുള്ളൂ. നിങ്ങൾ ഇന്ന് ഒരു അസാധാരണത്വം വെളിവാകുമ്പോൾ ആളുകൾ ഇത് മനുഷ്യനല്ലോ, ഇയാൾ ജിന്നാണോ, ഈ റാഷിദൊക്കെ ജിന്നറ്റയാണോ, അതല്ല മലക്കാണോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ജുമാക്ക് നീച്ചെന്ന് പറയണം ഞാൻ മനുഷ്യൻ മാത്രമാകുന്നു. ഇതൊന്നുമില്ലാതെ വെറുതെ പോയിട്ട് ജുമാന്റെ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോ അവിടെ ഒരു കറുത്ത കന്തൂറയും കറുത്ത കൊടിയും തൊപ്പിയും ഒക്കെ വിട്ട് ഒരു 10-15 ആള് കയറി വന്നു. ഇയാൾ വാർത്താ സമ്മേളനം വിളിക്കുന്നു. അപ്പൊ അവിടെ കൂടുതലുള്ളത് ആ മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള പത്രക്കാരാണ്. അപ്പൊ ഇയാൾ വന്ന് പറഞ്ഞു, മുസ്ലിം ലോകം കാത്തിരിക്കുന്ന ഇമാം മഹദി ഞാനാണെന്ന്. അപ്പൊ എടുത്തേമൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾ തന്നെയാണോ പറയണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാലല്ലേ എന്നെ കുറിച്ച് ആളുകൾ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇതിനോടൊന്ന് കൂട്ടി വായിച്ചൊരു തമാശ മാത്രം. അപ്പൊ ഒരാള് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അതിന് സാഹചര്യം എന്തായിരിക്കണം? സമൂഹത്തിൽ അസാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വല്ലതും അയാളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഇയാൾ സാധാരണ മനുഷ്യരല്ല, ഒന്നുകിൽ മനുഷ്യനല്ല, അല്ലെങ്കിൽ ജിന്നോ മലക്കോ എന്തോ ആണ്, അതല്ലെങ്കിൽ അസാധാരണ മനുഷ്യനാണ് എന്ന് രണ്ടാമൊരു ചാൻസ് അല്ലേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ ഒന്ന് മനുഷ്യനാണ് നമ്മൾ കാണുമ്പോൾ, പക്ഷെ മനുഷ്യന്മാരൊക്കെ ഒന്ന് ഉണ്ടാകണതല്ല ഇയാളൊക്കെ ഒന്ന് കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ 2 ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഇയാൾ സാധാരണ അസാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇയാൾ മനുഷ്യനല്ല, അല്ലെങ്കിൽ ഇയാൾ മനുഷ്യനല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഇയാൾ അസാധാരണ മനുഷ്യനാകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ അസാധാരണ മനുഷ്യനാണ്, അല്ലാതെ മനുഷ്യനല്ലാത്തതല്ല എന്നുള്ള ഭാഗമല്ല. ജിന്നല്ല മലക്കല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. പക്ഷെ വഹി അറിയിച്ചത് കൊണ്ടാണ് നിങ്ങൾ സാധാരണ മനുഷ്യന്മാർക്ക് കാണാത്ത അസാധാരണ മനുഷ്യനായി ഞാൻ മാറിയത്. വളരെ വ്യക്തമാണ് മെസ്സേജ്, വളരെ വ്യക്തമാണ് മെസ്സേജ്. കാരണം അസാധാരണ മനുഷ്യനാണ് എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഖുർആൻ വലിയ പ്രഖ്യാപനം നടത്താൻ ഞാൻ സാധാരണ മനുഷ്യനാണ്, ഞാൻ എൻ്റെ നാട്ടിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടോ? ആരപ്പോ അസാധാരണ മനുഷ്യനല്ല അറിഞ്ഞു? നമ്മളത്രയും കഴിവില്ലാത്തപ്പോൾ വന്നിട്ട് സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഓനെ പിടിച്ചോടും കൂട്ടിലിടണം, എന്തോ മെന്റൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് ചിന്തിക്കുക. അപ്പൊ വളരെ വ്യക്തമാണ് ഈ സംഭവം. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ ആയത്ത് മാത്രം ചിന്തിച്ചാൽ സാധാരണ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വേറെ തെളിവിന്റെ ആവശ്യമില്ല. ഇനി എന്തൊക്കെ നടന്നു നബിതങ്ങളത്? നബിതങ്ങളുടെ ജീവിതകാലത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണാണ്, ഒരുപാട് അത്ഭുതങ്ങൾ കാണാണ്, ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കാണാണ്. അപ്പോ ജനങ്ങൾക്കിടയിൽ അത് അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇത് മനുഷ്യരില്ലാന്ന് തോന്നാണ്. അങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞത്, മുഹമ്മദുൻ ബസറുൻ ലാക്കൽ ബശരി യാക്കൂത്തുൻ ഹദിറുൻ ലാക്കൽ ഹജരി എന്നോ. മുഹമ്മദ് മനുഷ്യനാണ്, ലാക്കൽ ബശരി മനുഷ്യനെ പോലല്ല. യാക്കൂത്തുൻ ഹദിറുൻ, യാക്കൂത്ത് ഒരു കല്ലാണ്, ലാക്കൽ ഹജരി കല്ല് പോലെ. യാക്കൂത്ത് കല്ലാണ്, പക്ഷെ അതിന് രസങ്ങൾ കൊടുക്കേണ്ടി കിട്ടണമെങ്കിൽ, കാരണം സാധാ കല്ല് പോലെയല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാണ്, അതുപോലെയല്ല കേട്ടോ. അത് ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ സ്വർഗത്തിലുള്ള സംബന്ധിച്ച് നമുക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞില്ലല്ലോ. സ്വർഗത്തിൽ അങ്ങനെ ഒന്നല്ല, പക്ഷെ സ്വർഗത്തിൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സ്വർഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞ എന്താണ്? നിങ്ങൾ കണ്ടതല്ല, മാല ഐനുൻ റഅത്ത് വല ഉദുനുൻ സമീഅത്ത്, ഒരു മനുഷ്യൻ കണ്ടതുമല്ല കേട്ടതുമല്ല, പിന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിച്ചതുപോലെയല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിലാന്ന് വിചാരിച്ചാലും അതല്ലാന്ന് ഉറപ്പിക്കാം. കാരണം എന്താ? നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തതാണ് സ്വർഗം എന്ന് പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചുള്ളത്. അപ്പോ പക്ഷെ നമുക്ക് സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് മുന്തിരിത്തോട്ടാണ് ഇവറ്റൊക്കെ പറഞ്ഞതുണ്ടാവും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നതുപോലെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടം നേരത്തെ പറഞ്ഞല്ലോ, ജനിക്കുന്ന സമയത്തിൽ ബിംബങ്ങൾ മറഞ്ഞു പോകുന്നു. എന്താ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും? ഇത് മനുഷ്യനല്ലേ, ചിന്തിക്കാൻ ചാൻസായി. ഇത് ചിലപ്പോൾ ഇവർ അംഗീകരിക്കൂട്ടെ ചരിത്രം. ഇവർ അംഗീകരിക്കാൻ പറ്റുന്ന പറയാം നമുക്ക്. മുസ്ലിം പോലെയുള്ള സ്വഹീഹ ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീല ആരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ, എനിക്ക് ചില കല്ലുകളെ അറിയാം, അവകൾ എനിക്ക് സലാം പറയുന്നുണ്ട്. ഖബുലാൻ ഉബാസ, എന്നെ നബിയായി അയക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ നബി ആയതിന് നുബൂവത്ത് കിട്ടുമ്പോഴാണ് അസാധാരണ വരണമെങ്കിൽ പിന്നെ നബി ആക്കിയതിന് മുമ്പ് ഇതിനെ കല്ല് സലാം പറഞ്ഞു. അപ്പൊ നബി ആണതിന് മുമ്പ് തന്നെ അസാധാരണ മനുഷ്യനാണ്.
പിറവിയിൽ നബിയാണതിന് തന്നെ മുമ്പ് തന്നെ അസാധാരണ അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആണതിന് മുമ്പ് അത്ഭുതം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. നബി അതിന്റെ ദിവസം കല്ല് സലാം പറയാൻ പാടും. ഇപ്പൊ നബി ആയി പറഞ്ഞിട്ട് ഉം. നബി തങ്ങൾ ഇത് സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസ് ആകുമ്പോൾ സ്വഹീഹ് ആണ്, ഇവർക്ക് തള്ളാൻ പറ്റില്ലല്ലോ. നീ നേരത്തെ പറഞ്ഞ മുസ്ലിം ബുഖാരി തള്ളുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ഇല്ല, ഓനെ വിടുക, ആ വിവാദത്തിൽ നമ്മൾ വിടുക. അപ്പൊ ഈ സ്വഹീഹ് ഹദീസുകൾ പറയണ എങ്ങനെ? അതുപോലെ മേഘ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കണം. ഇനി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഒന്നല്ല, നബിയാണതിന് മുമ്പ് ഒരുപാട് കാണാം. അനുഭവത്തിന് മുമ്പുള്ള വൃക്ഷങ്ങൾ നബി സംഭവങ്ങളാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. ഉം. വൃക്ഷങ്ങൾ തണലിട്ട് കൊടുക്കുന്നു. മേഘങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. നബി തങ്ങൾക്ക് മൂത്രയിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് വന്ന അവിടെ മറല്ല. അപ്പൊ ഒരു വർഷം അവിടുന്ന് ഒരു വർഷം ഇവിടുന്ന് വന്നിട്ട് രണ്ടും കൂടി സഫായിട്ട് ഇങ്ങനെ മറന്നു. ഇങ്ങനത്തെ എത്രയോ സംഭവം കാണാം. മിസ്ലിൽ ഗമാമത്തി അന്നസാറ സായിറതൻ തഖീഹി ഹറവതീസിൻ ലിൽ ഹജീരി ഹമി. മുസ്ലിമൊക്കെ ഈ മേഘം മറയിട്ട് കൊടുത്തതും അതുപോലെ മരം വന്നതൊക്കെ വളരെ രസകരമായി ബഹുമാനപ്പെട്ട് അവതരിപ്പിക്കുന്ന കാണാം വൃത്തിയിൽ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടപ്പോ ഇത് മനുഷ്യനല്ല എന്ന തോന്നലുകൾ വരും സ്വാഭാവികമായിട്ടും. അപ്പൊ പറയാൻ ഇന്നമാന ബശറക്കും, ഞാൻ സംഗതി മനുഷ്യൻ തന്നെയാണ്, മനുഷ്യനല്ലാത്തൊന്നല്ല. പക്ഷെ എനിക്ക് അല്ലാഹു തആല സാധാരണ മനുഷ്യനല്ല, ഞാൻ അസാധാരണ മനുഷ്യനാണ്. അത് പറയാനാണ് ആ പറഞ്ഞത്. അതിനാണ് ഈ ആദ്യം പറഞ്ഞത്. ഇത് കേവലം ഒരു വടിയാകുന്നത് പറഞ്ഞത് സാധാ വടിയാണെന്ന് പറയാനല്ല, ഇത് വടിയല്ലാന്ന്, സാധാ വടിയല്ലാന്ന് വരുത്താനാണ്. മാത്രമല്ല പലപ്പോഴും ഇവര് മക്ക കാഫിര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നല്ലോ, എന്തുകൊണ്ടൊരു മലക്കിനെ നമുക്ക് ദൂതനായിട്ട് അയച്ചുകൂടാ, അല്ലെങ്കിൽ വേറെ ഒന്ന് വന്നുകൂടാ. അപ്പോൾ ഞാൻ മുൻകാല സമൂഹങ്ങളിലും മനുഷ്യരെ തന്നെയാണ് അല്ലാഹു തആല ദൂതരായി നിയോഗിച്ചിട്ടുള്ളത്, വഹി നൽകിയിട്ട്. അപ്രകാരം തന്നെ ഞാനും നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഈ വിഷയമായിട്ട് കണക്ട് ചെയ്യാൻ എന്ന് മാത്രമല്ല, ഇതില് ഈ നബിതങ്ങളെ അയക്കുമ്പോൾ ഒരു മലക്കിനെ അയച്ചിട്ട് മുഅ്ജിസാത്തുകൾ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ അത് മലക്കൊക്കെ നടക്കുന്ന സംഗതിയാണെന്ന് തന്നെ ആളുകൾ തള്ളൂലേ. ഒരു ജിന്നിന് നമ്മളെ കാണാൻ വേറെ ചില കഴിവുകളാണ് അവർക്കുള്ളത്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ജിന്ന് വന്ന് കാണിച്ചു, ആ ജിന്നിന്റെ കഴിവിൽ പെട്ടതാണെന്നാണ് ഇതിലെന്ത് അത്ഭുതം ഉള്ളത്? ഈ മുഅ്ജിസത്താക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളെ പോലത്തെ ഒരാൾ വന്നിട്ട് അവർക്ക് സാധിക്കാത്ത മുഅ്ജിസത്താവുള്ളൂ അല്ലേ? അത് ഉദാഹരണത്തിന് നമ്മൾ പറയണേ, ഇവിടെ ഒരു പിന്നെ കിൻഡിൽ കണക്കുള്ള ഒരു മരം ഉണ്ട്. ആ മരം ഒരു ആന വലിച്ചിട്ട് ഇത് അത്ഭുതമാണോ? ആന വലിക്കും ഉറപ്പന്നല്ലേ? അത് നമ്മൾ വലിക്കുമ്പോൾ അത്ഭുതമാണ്, ആന വലിക്കുമ്പോൾ അത്ഭുതമല്ല. വലിക്കേണ്ടവൻ വലിച്ചാൽ സാധാരണ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം ഇതല്ല. അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഒന്ന് വലിയ ഒരു പിന്നെ JCB എന്തോ വന്നിട്ട് അത് പിടിച്ച് നീക്കി അത് അങ്ങോട്ടാക്കിയാൽ അത് ഒരു അത്ഭുതമല്ല, അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതേ സമയത്തിൽ JCB ഒന്നുമില്ല, ഒരാൾ സ്വന്തം കൈയോട് അങ്ങോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതമായി. അപ്പോഴാണ് ഇത് മുഅ്ജിസത്താക്കണത്. അപ്പൊ മുഅ്ജിസത്തുകൾ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കണമെന്നല്ല, അസാധാരണ മനുഷ്യനാണ് എന്നതിനെ വരുത്താനാണ് അല്ലാഹു തആല മലക്കിനെയും ജിന്നിനെയും നബിയായിട്ട് അയക്കാതെ ഉസ്താദ് പറഞ്ഞതുപോലെ മനുഷ്യനെ തന്നെ അയച്ചിട്ട് കാണിച്ചു തരുന്നത്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ ഒരു സംശയങ്ങൾ ചോദിച്ചു വരിക. പ്രവാചകന്റെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസാധാരണത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വിശ്വാസം, അതിന്റെ ബലം എത്രയാണ് എന്നുള്ള. പിന്നെ അവര് നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്ത് വിഷയത്തെ നമ്മള് മൗലിദിനെയോ അതല്ലെങ്കിൽ മറ്റോ ഒക്കെ പിന്നെയല്ല, ആദ്യം പ്രവാചകൻ അംഗീകരിക്കുക, അല്ലാഹുവിന്റെ കഴിവിൽ സംശയം, അതാണല്ലോ ആദ്യം വേണ്ടത്. അതിനുശേഷമാണല്ലോ ഈ സ്നേഹത്തെ കുറിച്ചൊക്കെ ഉണ്ടാവേണ്ടത്. അതെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വിഷയമാണ്. അതായത് ആത്മീയതയെ തകർക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അപ്പൊ അതിന് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ആളുകളിൽ ആത്മീയമായിട്ട് ആവേശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മുഴുവനും എതിർത്ത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് സംശയം ജനിപ്പിച്ച് ആളുകളെ അങ്കലാപ്പിലാക്കി, എന്നാലേ ഇവരുടെ പരിസരത്തേക്ക് ആളെ കിട്ടുള്ളൂ. അപ്പൊ ആത്മീയമായൊരു ഉന്നമനത്തെ, ആത്മീയമായൊരു ആവേശത്തെ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ആദ്യം ഇവർ ആളെ കിട്ടാൻ വേണ്ടി നബിദിനൊക്കെ ആഘോഷിച്ചാണെന്നു, പിന്നെ എന്ത് ചെയ്യാണ്, അത് കെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ അതിനിപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഈ ചൂടുമാറ്റം അവരിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏത് ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിലും അവരുടെ നേതാവിനെ വലുതാക്കാൻ എന്ത് ചാൻസ് ഉണ്ട് എന്നാണ് അവർ ചിന്തിക്കുക അല്ലേ? ഞാനിപ്പോൾ രാഷ്ട്രീയ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അപ്പൊ രാഹുൽ ഗാന്ധിനെ എങ്ങനെ വലുതാക്കാൻ പറ്റുന്ന ചാൻസ് കിട്ടുന്നിടത്തൊക്കെ വലുതാക്കാനുള്ള പോസ്റ്റാണ് ഞാൻ ചിന്തിക്കാം. അത് ഏത് പാർട്ടിന്റെ ആളെങ്കിലും ആ പാർട്ടിന്റെ ആളെ ഏറ്റവും വലിയ ആളാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അയാളുടെ ന്യൂനതകൾ പരമാവധി മൂടി വെക്കാനും അയാളുടെ വലിപ്പങ്ങൾ ഒരു ന്യൂനത പോലും ഇല്ലാത്ത ഒരു നേതാവ് നമുക്ക് കിട്ടിയിട്ട് ആ നേതാവിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടോ എന്ന് തെരഞ്ഞെടുക്കണം. എങ്ങനെ ഈ നേതാവിനെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നിങ്ങളാ പറഞ്ഞത്.
വളരെ ഒരു ന്യൂനത ഇല്ലാത്തൊരു നേതാവ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഇയാൾക്ക് എന്തോ ന്യൂനത ഉണ്ടോ എന്ന് തപ്പിയിട്ട് അത് വളച്ച് തിരിച്ച് അയാളെ ന്യൂനത സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആള്, എന്നിട്ട് ഞാൻ ഇതിന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഇയാൾ ചാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് പഴയ കാലത്ത് അതാണ് യഥാർത്ഥത്തിൽ ഇവർ ബ്രിട്ടീഷുകാരുടെയും മറ്റൊക്കെ അതുപോലെ ജൂതന്മാരുടെയും ചാരന്മാരാണ് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാം. ജൂതന്മാരൊക്കെ ദീനെ പിന്നെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചാരനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അവിടെ ആശയാണ് ഈ പറഞ്ഞു പോരണ്ടിരിക്കണൊക്കെ. ഒരുപക്ഷെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മളുള്ളതുള്ളത് പറയാം. നമ്മളെ നാട്ടിലെ മുജാഹിദീങ്ങളെ ഇസ്ലാമിനെ തകർക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ കൂടി വരുന്നാവില്ല. ഇവർ പറഞ്ഞ ശരിയായി കൂടിയിരിക്കും. പക്ഷെ അതിന്റെ അടിസ്ഥാന മരടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദീനെ തകർക്കാൻ വന്ന ചാരന്മാർ, ആ ചാരന്മാരാകുന്ന ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ വഹാബിസം കൊണ്ടുവന്നത്. അവർ ഒരു മനുഷ്യനെ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റിയ ഒരു നേതാവിനെ കുറിച്ച് കൃത്യമായി വിശ്വാസം ഉണ്ടായാൽ ആ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കി തകർക്കാൻ എന്താ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദാഹരണം പറയാതെ നമ്മൾ ചിന്തിച്ചാല് ഒരു വ്യക്തിനെ അങ്ങോട്ട് തകർക്കുക, ഓന്റെ വ്യക്തിപരമായിട്ട് തകർന്നാൽ ആ പ്രസ്ഥാനം തകരും. മാറില്ലോ, അയാൾ അനുയായികൾ പിന്നെ അയാളെ കുറിച്ച് പറയില്ല, അയാളുടെ ഐഡിയോളജിയിൽ നിൽക്കൂല. എന്ത് ആശയമായിട്ടും കാര്യമില്ല. ഈ നേതൃത്വം നൽകുന്ന വ്യക്തി മോശം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പോയി. അപ്പൊ ഏറ്റവും നല്ല, അതായത് അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അതിനൊക്കെ അപ്പുറമൊന്നുമില്ല. സ്വർഗ്ഗാണെങ്കിലും നരകാണെങ്കിലും ഒക്കെ നബിതങ്ങൾ താഴെ. ഏത് വസ്തുക്കളെടുത്ത് പരിശോധിച്ചാലും എല്ലാം, ഇനി നബിമാരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും എല്ലാ നബിമാരോടും അല്ലാഹു തആല കരാറ് പിടിച്ചു വാങ്ങിയിട്ടാണ് അവർക്ക് നുബുവത്തിനെ കൊടുത്തെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബിതങ്ങൾ വന്നാൽ പണി നിർത്തിയിട്ട് നബിതങ്ങളെ ഖാദിമാകാൻ, നബിതങ്ങളൊപ്പം കൂടാൻ, അൻസാരിയാകാൻ തയ്യാറാണോ എന്ന് അവരോട് കരാറ് വാങ്ങിയിട്ടാണ്, ആലമിൽ അർഹാൽ കരാറ് വാങ്ങിയിട്ടാണ് ഇവർക്ക് എന്ത് കൊടുക്കണേ, നുബുവത്ത് കൊടുക്കണേ. അത്രയും കൃത്യമായി കൊണ്ടുവന്ന ഒരു നേതാവിന് എന്തെങ്കിലും അയാൾക്ക് പറഞ്ഞ കാര്യം അറിയില്ല, അയാൾ സാധാരണ മനുഷ്യൻ തന്നെയാണ്, അയാൾ ആ നബിദിനെ ആഘോഷിക്കേണ്ട, അയാളെ ചരിത്രം വരെ ശരിയാണില്ല, ഇങ്ങനെ പറഞ്ഞ ആളുകൾ ഈ നബിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥാന്ന് അതിനൊക്കെ ലോജിക്ക്, ചെറിയ ലോജിക്കുള്ള മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അത് ഒരുപാട് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. അതെ അതെ. ഏതായിരുന്നാലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണം പോലും ആകുന്ന തരത്തിലുള്ള ചില ചിന്തകൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ വക്രീകരിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം വക്രീകരിക്കുന്നതിന് മറ്റൊന്നും ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിക്കുന്ന പല ചിന്തകളുമാണ് ഇത്തരം ആളുകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കൂടുതൽ അവരെ തിരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.